എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡെവലപ്പിംഗ് അതായത് വികസ്വര രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ ഡെവലപ്ഡ് വികസിത രാജ്യങ്ങളുടെയും സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താരതമ്യ പഠന വിശകലന രീതിയിൽ, അതായത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വികസ്വര രാജ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളെക്കുറിച്ചുമുള്ള പഠനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഓക്കെ, വികസ്വര രാജ്യങ്ങൾ അഥവാ ഡെവലപ്പിംഗ് കൺട്രീസ് പൊതുവെ മൂന്നാം കിട ലോക രാജ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ വിശകലന രീതിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഡെവലപ്പിംഗ് അതായത് വികസ്വര രാജ്യങ്ങളും അതുപോലെ തന്നെ ഡെവലപ്ഡ് അതായത് വികസിത രാജ്യങ്ങളെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വികസ്വര രാജ്യങ്ങൾ അഥവാ ഡെവലപ്പിംഗ് സ്റ്റേറ്റ് മൂന്നാം കിട ലോകരാജ്യങ്ങൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ മൂന്നാം കിട ലോകരാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഡെവലപ്പിംഗ് സ്റ്റേറ്റ് അഥവാ വികസ്വര രാജ്യങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അഥവാ 1939 രണ്ടാം ലോക മഹായുദ്ധം സ്റ്റാർട്ടായത്. 44-45 അവസാനിച്ചു. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനാധിപത്യ രീതി അവലംബിച്ചിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഡെവലപ്പിംഗ് കൺട്രീസ് അഥവാ വികസ്വര രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ചുരുക്കത്തിൽ വികസ്വര രാഷ്ട്രങ്ങൾക്ക് അഥവാ ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിന് അവരവരുടേതായ ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ അതായത് സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തികപരമായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഓക്കെ, ഈ ഡെവലപ്പിംഗ് സ്റ്റേറ്റിന് അഥവാ വികസ്വര രാഷ്ട്രങ്ങൾക്ക് ധാരാളം സവിശേഷതകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അസന്തുലിതാവസ്ഥ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം, അതുപോലെ പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ഒത്തുചേരൽ, അതുപോലെ സാമ്പത്തിക അസന്തുലിതാവസ്ഥ എന്നിവയൊക്കെ തന്നെ വികസ്വര രാഷ്ട്രങ്ങളുടെ അഥവാ ഡെവലപ്പിംഗ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഓക്കെ, എന്നാൽ വികസിത രാഷ്ട്രങ്ങളിൽ അഥവാ ഡെവലപ്ഡ് കൺട്രീസിലാകട്ടെ സന്തുലിതമായ ഒരു സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ മാനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ സന്തുലിതമായ ഒരു സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ മാനങ്ങളാണ് വികസിത രാഷ്ട്രങ്ങളിൽ അഥവാ ഡെവലപ്ഡ് സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വികസിത രാഷ്ട്രങ്ങളിലെ എല്ലാ മേഖലകളിലും കൃത്യമായ ഒരു ചട്ടക്കൂടും ക്രമവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡെവലപ്പിംഗ് സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ ഡെവലപ്ഡ് സ്റ്റേറ്റിലെയും സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി ചർച്ച ചെയ്യാം. ആദ്യം തന്നെ എന്താണ് സോഷ്യൽ ഫീച്ചേഴ്സ് അഥവാ എന്താണ് സോഷ്യൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, അതായത് സാമൂഹ്യ സവിശേഷതകൾ. അപ്പോൾ ആദ്യം തന്നെ പരമ്പരാഗതവും ആധുനികവുമായ ഒരു സാംസ്കാരിക മൂല്യങ്ങളുടെ ഒരു മിശ്രിത രൂപമാണ് വികസ്വര രാഷ്ട്രങ്ങളിൽ അഥവാ ഡെവലപ്പിംഗ് സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത്. ഓക്കെ, എന്താണ് പരമ്പരാഗതവും അതായത് ട്രഡീഷണലായിട്ടും അതുപോലെ തന്നെ ആധുനികവുമായ മോഡേൺ ആയിട്ടുള്ള ഒരു സാംസ്കാരിക മൂല്യങ്ങളുടെ ഒരു മിശ്രിത രൂപമാണ് വികസ്വര രാഷ്ട്രങ്ങളിൽ അഥവാ ഡെവലപ്പിംഗ് സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതായത് വസ്തുക്കൾ, മൂലധനം, ആളുകൾ, ആശയങ്ങൾ എന്നിവയെല്ലാം തന്നെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി ലംഘിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കുള്ള ഒഴുക്കിനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആധുനികവൽക്കരണം ഗ്രാമപ്രദേശങ്ങളെക്കാളും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് നഗരപ്രദേശങ്ങളെയാണ്. ഓക്കെ, എന്നാൽ ഗ്രാമപ്രദേശങ്ങളെ കൂടുതലായിട്ടും സ്വാധീനിച്ചിരിക്കുന്നത് പരമ്പരാഗത സാംസ്കാരിക മൂല്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്പിംഗ് സ്റ്റേറ്റിൻ്റെ അഥവാ വികസ്വര രാഷ്ട്രങ്ങളുടെ സോഷ്യൽ ഫീച്ചറിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആവശ്യം വേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യത കുറവ്, അതുപോലെ തന്നെ മന്ദഗതിയിലുള്ള വ്യാവസായിക വളർച്ച എന്നിവയെല്ലാം തന്നെ വികസ്വര രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് ഡെവലപ്പിംഗ് സ്റ്റേറ്റിൽ നിന്നും നേരെ വ്യത്യസ്തമായിട്ട് വികസിത രാഷ്ട്രങ്ങളിൽ അഥവാ ഡെവലപ്ഡ് സ്റ്റേറ്റിൽ രാഷ്ട്രങ്ങളിൽ അതായത് രാഷ്ട്രങ്ങളിലെ ആധുനിക മൂല്യങ്ങളും ഉയർന്ന ജീവിത നിലവാരവും
എന്താണ് വികസിത രാഷ്ട്രങ്ങളിൽ ആധുനിക മൂല്യങ്ങളും അതുപോലെ തന്നെ ഉയർന്ന ജീവിത നിലവാരം, അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൂടുതൽ, അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഉയർന്ന ജോലി, അതുപോലെ ഉയർന്ന തരത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ വ്യവസായത്തിൻ്റെ പുരോഗതി എന്നിവ കൂടുതലായിട്ട് നമുക്ക് വികസിത രാഷ്ട്രങ്ങളിൽ അഥവാ ഡെവലപ്ഡ് കൺട്രീസിൽ കാണാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിലെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് ഡെവലപ്പിംഗ് സ്റ്റേറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് അതിനെപ്പറ്റി പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ അസന്തുലിതാവസ്ഥ, അതായത് ഗവൺമെൻറ്റിൻ്റെ അസന്തുലിതാവസ്ഥ വികസ്വര രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ സവിശേഷതയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനാധിപത്യം സ്വീകരിച്ച രാഷ്ട്രങ്ങളാണ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ് അഥവാ വികസ്വര രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ അസന്തുലിതാവസ്ഥ വികസ്വര രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ സവിശേഷതയാണ്. ഓക്കെ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനാധിപത്യം സ്വീകരിച്ച രാഷ്ട്രങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര അനുഭവ സമ്പത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് സ്റ്റേറ്റിൽ ഭരണകൂടത്തിൻ്റെ അസന്തുലിതാവസ്ഥ തുടരുന്നുണ്ട്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനാധിപത്യം സ്വീകരിച്ച രാഷ്ട്രങ്ങളായതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണത്തിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകുവാൻ ഈ രാജ്യങ്ങൾക്ക് സാധിച്ചില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം തന്നെ വിവിധ തരത്തിലുള്ള ഭരണ പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കറപ്ഷൻ, അഴിമതി, അതുപോലെ തന്നെ ചുവപ്പ് നാട്, അതുപോലെ തന്നെ ഭരണ കാര്യങ്ങളിലെ കാലതാമസം എന്നിവയെല്ലാം തന്നെ വികസ്വര രാഷ്ട്രങ്ങൾ നേരിടുന്ന, അതായത് ഡെവലപ്പിംഗ് സ്റ്റേറ്റ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. ഓക്കെ, എന്നാൽ വികസിത രാഷ്ട്രങ്ങളിലാവട്ടെ, അതായത് ഡെവലപ്ഡ് സ്റ്റേറ്റിലാവട്ടെ കാര്യക്ഷമമായ ഗവൺമെൻറ്റും അതുപോലെ തന്നെ വളരെയധികം കാര്യക്ഷമമായ ഒരു രാഷ്ട്രീയ സംവിധാനവും വികസിത രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് വികസിത രാഷ്ട്രങ്ങളിൽ കാര്യക്ഷമമായ ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനം ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല വികസിത രാഷ്ട്രങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിൽ അഴിമതി, കറപ്ഷൻ കുറവും അതുപോലെ തന്നെ ഭരണത്തിലുള്ള അവരുടെ പ്രാവീണ്യം കൂടുതലുമായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നോക്കുന്നത് ഡെവലപ്ഡ് സ്റ്റേറ്റും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഇക്കണോമിക് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ഇവർ തമ്മിൽ സാമ്പത്തികപരമായിട്ട് ധാരാളം അന്തരം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിധി എത്രയാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട്, അതായത് വിലയിരുത്തിക്കൊണ്ടാണ് ഒരു രാജ്യം വികസിതമോ അവികസിതമോ അതുപോലെ തന്നെ വികസ്വരമോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇക്കണോമിക് കണ്ടീഷനെ പറ്റി പറയുകയാണ്, ഒരു വികസ്വര രാഷ്ട്രത്തിലെ അഥവാ ഡെവലപ്പിംഗ് സ്റ്റേറ്റിലെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സന്തുലിതമായിരിക്കില്ല. ഓക്കെ, മാത്രമല്ല അത് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും. ഓക്കെ, ഇപ്പോൾ എന്താണ് ഡെവലപ്പിംഗ് സ്റ്റേറ്റിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്, അതൊരിക്കലും സ്ഥിരമായിട്ടൊരു സന്തുലിതമായ അവസ്ഥയിൽ നിലനിൽക്കുകയില്ല. അത് നിരവധി തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്. മാത്രവുമല്ല വികസ്വര രാഷ്ട്രങ്ങളിലെ വ്യാവസായിക മേഖല തന്നെ പൂർണ്ണമായിട്ടും ആ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളുടെ കീഴിലായിരിക്കുകയില്ല. മറിച്ച് വികസ്വര രാഷ്ട്രങ്ങളിലെ വ്യാവസായിക മേഖല പല രാജ്യങ്ങളുടെയും സഹകരണം മുൻനിർത്തിക്കൊണ്ടായിരിക്കും അവരുടെ വ്യാവസായിക മേഖല മുന്നോട്ട് പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ വികസ്വര രാഷ്ട്രങ്ങളിൽ വികസ്വര രാഷ്ട്രങ്ങളും പല കാര്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളുടെ സഹായത്തോടെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വികസ്വര രാഷ്ട്രങ്ങൾ പലതും പല കാര്യങ്ങൾക്കും വേണ്ടി ഡെവലപ്ഡ് കൺട്രീസിനെയാണ്, അതായത് വികസിത രാഷ്ട്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രതിരോധ മേഖല, അതുപോലെ തന്നെ വിദേശ ഫണ്ട്, അതുപോലെ തന്നെ ഇറക്കുമതി കയറ്റുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്ഥിരമായ സാമ്പത്തിക വ്യവസ്ഥ ഇല്ലായ്മയും അതുപോലെ തന്നെ വിഭവങ്ങൾ ഉണ്ടെങ്കിലും വ്യവസായങ്ങളിൽ ശാസ്ത്രീയമായ പുരോഗതി ഇല്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ ഉൽപാദനക്കുറവും തൊഴിലില്ലായ്മയൊക്കെ വികസ്വര രാഷ്ട്രങ്ങളുടെ ഒരു സവിശേഷതയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് നേരെ മറിച്ച് ഡെവലപ്ഡ് സ്റ്റേറ്റിൽ അഥവാ വികസിത രാഷ്ട്രങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വികസിത രാഷ്ട്രങ്ങളിൽ സമ്പദ് വ്യവസ്ഥ സന്തുലിതമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വികസിത രാഷ്ട്രങ്ങളിൽ വ്യാവസായിക സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ
സമ്പത്തിൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ. മാത്രമല്ല ഈ വികസിത രാഷ്ട്രങ്ങൾ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരിക്കലും അവർ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ തയ്യാറാവുകയില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനോ സഹായം സ്വീകരിക്കാനോ വികസിത രാഷ്ട്രങ്ങൾ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡെവലപ്ഡ് കൺട്രീസിലെ GDP വളരെ ഉയരത്തിലായിരിക്കും. ഓക്കെ. മാത്രവുമല്ല ഡെവലപ്ഡ് കൺട്രീസിലെ തൊഴിലില്ലായ്മയുടെ അളവ് തന്നെ വളരെയധികം കുറവുമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വികസ്വര രാഷ്ട്രങ്ങളുടെ സവിശേഷതകളിൽ നിന്നും, അതായത് ഡെവലപ്പിംഗ് സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഡെവലപ്ഡ് സ്റ്റേറ്റിൻ്റെ അഥവാ വികസിത രാഷ്ട്രങ്ങളുടെ സവിശേഷതകൾ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഉപകാരപ്രദമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.